ഫ്ലവർ ഗാർഡനിൽ വന്നേക്കണുണ്ടോ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഒക്കെ ഉള്ളതാണ്. അതായത് കണ്ടോ അതിൻ്റെ പേര് ഹൈഡ്രാഞ്ചിയത്തിൻ്റെ കളർ വേരിയൻ്റ് ആയിട്ടുള്ള പല പല സംഭവങ്ങളും ഉണ്ട്. അതായത് ഓരോ സമയത്തും ഇത് കളറും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ കളർ ചേഞ്ച് എത്രത്തോളം വീഡിയോയിൽ മനസ്സിലാവുമെന്ന് അറിയില്ല. നമുക്ക് എല്ലാം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പ്രകൃതി ഭംഗി കൊണ്ടും കാലാവസ്ഥ കൊണ്ടും ഏറ്റവും മനോഹരമായ കോത്തഗിരിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കോട്ടഗിരി എന്നും പറയും. അപ്പോൾ അവിടുത്തെ മനോഹരമായൊരു പൂന്തോട്ടമാണ് നമ്മൾ കാണുന്നത്. ഇത് ഹൈഡ്രാഞ്ചിയ ഉണ്ട്, ഡെൽഫിനിയം ഉണ്ട്. അങ്ങനത്തെ 2 മെയിൻ പൂക്കളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഡെൽഫിനിയത്തിൻ്റെ ചെറിയ തൈകളും പൂവിട്ട് വരുന്ന ചെറിയ ചെടികളുമാണ് അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഡ്രിപ്പ് ഇറിഗേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. തുള്ളിനനയും കാര്യങ്ങളൊക്കെയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഇൻഡോർ ആയിട്ടാണ് ഇതെല്ലാം വളർത്തുന്നത്. ഡെൽഫിനിയം എന്ന് കേട്ടപ്പോൾ എനിക്ക് ഒറ്റയടിക്ക് പൂ ഏതാണെന്ന് മനസ്സിലായില്ല. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പലർക്കും ഡെൽഫിനിയം എന്ന് കേൾക്കുമ്പോൾ ഏത് തരം പൂവാണെന്ന് ചിലപ്പോൾ അറിയണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇപ്പോൾ പൂവിട്ട് കാണിച്ചു തരാൻ വളരെ ചെറിയ കുറച്ച് പൂക്കളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റു കുറച്ച് പൂക്കൾ ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിലൂടെ പപ്പട ഇതാണ് ഡെൽഫിനിയം എന്ന പേരിൽ അറിയപ്പെടുന്ന മനോഹരമായിട്ടുള്ള പൂക്കൾ. എല്ലാ കളർ വേരിയൻറ്റിലും ഡെൽഫിനിയം അവൈലബിൾ ആണ്. ഇവിടെ ഏതൊക്കെയാണ് കളറെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇപ്പോൾ നമ്മൾ കണ്ടത് ചെറിയൊരു റെഡിഷ് ഓറഞ്ച് കളറിലൊക്കെ ആയിരുന്നു. അങ്ങനെ എല്ലാ കളറിലും ഡെൽഫിനിയം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ള പൂക്കളാണ്. ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യുന്ന ലൈഫുള്ള പൂക്കളാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കണ്ടിട്ട് നമ്മൾ ഹൈഡ്രാഞ്ചിയത്തിൻ്റെ സെക്ഷനിലേക്ക് പോയിരിക്കുകയാണ്. വീഡിയോയുടെ ആദ്യം നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഹൈഡ്രാഞ്ചിയവും പല കളർ വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരു പൂ തന്നെ അതിൻ്റെ വളർച്ചയുടെ പല ഘട്ടത്തിൽ പല പല കളർ ചേഞ്ചിലൂടെ പോകുമെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മളവിടെ കണ്ടത് ചെറിയൊരു യെല്ലോയിഷ് ഉണ്ടായിരുന്നു, പിങ്ക് കളർ ഉണ്ടായിരുന്നു, ചെറിയൊരു പർപ്പിൾ ഉണ്ടായിരുന്നു, ഒരു ലൈറ്റ് ബ്ലൂ ഉണ്ടായിരുന്നു, ലൈറ്റ് വയലറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അത്രയും കളറുകൾ നമ്മളവിടെ കണ്ടു. അപ്പോൾ അതിൻ്റെ അവിടെ ഉണ്ടായിരുന്നതൊക്കെ ഞാൻ വീഡിയോയിൽ പകർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. വിഷ്വലിൽ അത് എത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയില്ല. കാരണം നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവുക. ഇതും അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന പൂക്കളാണ്. അതും നല്ല ഇമ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നല്ല എയർ കണ്ടീഷൻഡ് വാഹനങ്ങളിലാണ് അത് കൊണ്ടുപോകുന്നതെന്നാണ് അവർ പറഞ്ഞത്. കാര്യം ഒരുപാട് ദൂരങ്ങളിലേക്ക് പോകാനുള്ളതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെൽ പ്രിപ്പയർ ചെയ്തിട്ടാണ് അവർ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ട് ഈ പൂക്കളും എല്ലാം കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കോട്ടഗിരി എന്ന് പറഞ്ഞൊരു സ്ഥലം ഊട്ടിയെ പോലെ അല്ലെങ്കിൽ കൊടൈക്കനാലിനെ പോലെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ മറ്റ് കൃഷി സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് ക്യാരറ്റ് കൃഷിയാണ്. ക്യാരറ്റ് ആയി വരുന്നതേ ഉള്ളൂ. ചില സ്ഥലങ്ങളിൽ നടാൻ പോകുന്നതേ ഉള്ളൂ. ചില സ്ഥലങ്ങളിൽ കുമ്മായം വിതറുന്നുണ്ട്. ദൂരെയൊക്കെ കുറച്ച് ക്യാബേജും മറ്റേ കോളിഫ്ലവറും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വളരെ ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, ഷെയർ ചെയ്തേക്കാം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ദയവായി നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്കും കൂടി വന്നേക്കാം. വീണ്ടും നല്ലൊരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും ബൈ.